റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സിജോ. ഇത് എൻ്റെ അപ്പനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഞാൻ പ്രവാസിയായിരുന്നു, ആളും പ്രവാസിയായിരുന്നു. അപ്പോൾ അത് വന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് ഇപ്പോൾ യൂട്യൂബിലങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ആശാനത് കണ്ടു. ഇവിടെ വന്ന് സാറിനെ കണ്ട് ക്ലാസ്സൊക്കെ കൂടി 2 യൂണിറ്റ് മൊബൈലിനെ കൊണ്ടുപോയി. ഇപ്പോൾ അത് കഴിഞ്ഞ് 7 മാസമായി. ഇപ്പോൾ കൊണ്ടുവരുന്നു. ഒരു 10-44 കുട്ടികളുണ്ട്. ഒരു 100 കുട്ടികളോളം ഉണ്ട് അവിടെ. ഞങ്ങൾ ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. അത് കുഴപ്പമില്ല, എന്നാലും അങ്ങനെ പോണു. പിന്നെ സാറിൻ്റെയും പിന്നെ ഈ ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടുള്ള കാരണം കുഴപ്പമില്ലാണ്ട് പോകണം. അപ്പോൾ ഒരു ഇൻസ്പെക്ഷനൊക്കെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആദ്യം സാധാ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരുന്നത്, ടെറസിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഷീറ്റ് അപ്പോൾ അത് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ മാറ്റി. ഇപ്പോൾ വർക്ക് ജോലിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ അപ്പം എന്താ പിന്നെ അപ്പനും കൂടിയാണ് സഹായിക്കുന്നത്. കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി വെള്ളം ഇതൊക്കെ കൊടുത്ത് തീറ്റ. പിന്നെ ആദ്യം പല്ലറ്റായിരുന്നു, അതൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അത് മാറ്റി ഇപ്പോൾ കൈത്തീറ്റയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഞാൻ ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ അത് മിക്സ് ചെയ്ത് വയ്ക്കും. ഫാദർ കൊടുത്തോളും. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ എനിക്കൊരു സ്ഥലത്തിൻ്റെ പരിമിതി കാരണം ഒരു മാസത്തിനുള്ളിൽ ഒരു 3-4 ചത്തുപോയി. അത് എനിക്കെന്നെ കൂട് ഇല്ലാത്ത പ്രശ്നമാണ്. കുട്ടികൾ കൂടിയപ്പോൾ അതിങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അല്ലാണ്ട് ചെറുപ്പത്തിലൊന്നും അങ്ങനെ ചാവുന്നില്ല. ജനിക്കുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ചാവുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മാറ്റിയിട്ടിട്ട് ഇതുവരെ ഒരു കുട്ടിയും ചത്തിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ നല്ല ഇതിൽ പോകണു. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. എല്ലാവർക്കും ഒരു ചെറിയൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ പോകണം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊയിലുകൾ എടുക്കാൻ നമ്മുടെ നാട്ടിലും ആളുകൾ വരും. പക്ഷെ 1-2 ഒക്കെ എടുക്കുള്ളൂ. അത് ആഴ്ചയിൽ ചിലപ്പോൾ ഒരെണ്ണമൊക്കെ പോയതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ സാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ടെങ്കിലും സാറ് എടുക്കും. അതാണ് നമ്മുടെ ഒരു ഇത്. അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്ത് കാര്യമില്ല. ഞാനിപ്പോൾ കാട ചെയ്തതാണ്. ഓടി നടന്ന് ലാസ്റ്റ് നിർത്തി. ഇതാകുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടെടുത്ത് പൈസ വാങ്ങി വീട്ടിൽ പോവാം. അത് പറ്റില്ല. നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കണം. അത് വെച്ചാൽ ഇത്ര ഇതൊന്നും ഉണ്ടാവില്ല. ആകെ 1-2 പോവുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവരും നല്ലത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൊണ്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് ചെയ്യാം. ഇപ്പോൾ സാറിൻ്റെ ആദ്യമായിട്ട് കൊണ്ടുകൊടുത്തതിൻ്റെ പൈസ വാങ്ങണം. അപ്പോൾ ശരി.